ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മളിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ മണ്ണാർക്കാട് നിന്ന് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഒരു മാസത്തിലധികം ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മണ്ണാർക്കാട് തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. ഇവിടെ എത്തിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും വോയിസ് ഓവർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് കാണുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെയാണ് ഉള്ളതെന്ന് തോന്നാം. കാരണം ഇതിലുള്ളതെല്ലാം നമ്മൾ നാട്ടിൽ തയ്യാറാക്കുന്ന കറിയും ഉപ്പേരിയും ഒക്കെ തന്നെയാണ്. ഇതിലുള്ള അരിയും ചെറുപയറും ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും തയ്യാറാക്കിയിട്ടുള്ളതും ഒക്കെ തന്നെയാണ്. ഈ ഒരു മാങ്ങാച്ചാർ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ കണ്ണിമാങ്ങാച്ചാറാണെന്ന് തോന്നുമെങ്കിലും അതല്ല കേട്ടോ. ഇത് മണ്ണാർക്കാടുള്ള മാവില് ചെറുതായിരിക്കുമ്പോൾ തന്നെ മാങ്ങ വീണു പോയില്ലേ, അങ്ങനെ കിട്ടുന്ന മാങ്ങ പെറുക്കി വെച്ചിട്ട് അത് ഉപ്പിലിട്ട ശേഷം അച്ചാർ ഇട്ടിട്ടുള്ളതാണ്. എനിക്ക് നമ്മൾ ലാസ്റ്റ് ഒരു അച്ചാറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഇത് കൂട്ടി ചോറ് കഴിക്കാനായിട്ട്. ശരിക്കും കണ്ണിമാങ്ങ അച്ചാർ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉണക്കസ്രാവ് ഫ്രൈയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. പലരും പ്ലേറ്റിൽ കണ്ടപ്പോൾ അത് ചിക്കൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് ചിക്കൻ ആയിരുന്നില്ല, അത് ഉണക്കസ്രാവിന്റെ ഫ്രൈ ആയിരുന്നു. ഇത് ഉച്ചയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഉണക്കസ്രാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എക്സസ് ആയിട്ടുള്ള ഉപ്പ് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിത് മണ്ണാർക്കാട് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് വലിയ പീസായിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഉണ്ടാക്കാനുള്ള ടൈം ആയപ്പോൾ ഞാൻ ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞെടുക്കൽ ഒരു തൊലിഞ്ഞ പരിപാടി തന്നെയായിരുന്നു. നമ്മളിപ്പോൾ എല്ലാത്തിന്റെയും തൊലി ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തത്, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഇത് ഞാൻ മണ്ണാർക്കാട് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അവിടെ നമ്മൾ മുളക് വാങ്ങി പൊടിപ്പിക്കുന്നതല്ലാതെ അവരായിട്ട് മുളക് വാങ്ങി പൊടിപ്പിച്ചിട്ട് അത് വിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒട്ടും എരിവില്ലാത്തതാണ്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കസ്രാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉണക്കസ്രാവിന്റെ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മേലെയായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഈ ഒരു സവാളയാണെങ്കിലും പച്ചമുളകാണെങ്കിലും ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ലേ, സവോളയും പച്ചമുളകും ഒക്കെ ഇതിന്റെ കൂടെ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരുടെയും മാങ്ങയുടെയും കറിയാണ്. ചക്കക്കുരുവും മാങ്ങയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചെന്നൈയിലെ പൊന്നിയരിയുടെ ചോറ്, ഉപ്പേരി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ, ഇന്നത്തെ അല്ല. ഉണക്കസ്രാവ് ഫ്രൈ, അതുപോലെ തന്നെ മാങ്ങ അച്ചാർ. എനിക്കിത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.